ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡിഷിനകത്ത് ഒരു ചെറിയ കപ്പ്, ആ കപ്പിൽ ഒരു 3/4 കപ്പോളം തക്കാളി, ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണേ. ഒരു 4-5 ചെറുതും വലുതുമായിട്ടുള്ള തക്കാളി ഉണ്ട്. ഏകദേശം ഒരു കപ്പ് നിറച്ചില്ല, കണ്ടോ, കാണുമ്പോൾ അറിയാമല്ലോ, ഒരു 3/4 കപ്പ് എന്ന് പറയാം. ഇത് ഞാനെടുത്ത് ഒരു ചട്ടിയിലോട്ട് ഇടാണ്, മൺചട്ടി. ഞാൻ ചട്ടിയിലാണ് എല്ലാം ഉണ്ടാക്കാറ് സാധാരണ, കണ്ടല്ലോ നിങ്ങൾ. അതേ കപ്പിൽ ഒരു 2 കപ്പ് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. വെന്ത ടൊമാറ്റോ ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. വെള്ളം അതിനകത്ത് തന്നെ കിടപ്പുണ്ട്, എടുത്തിട്ടില്ല, കാരണം മുഴുവൻ വെള്ളം വറ്റിക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. മിക്സിയിലടിക്കാം വേണമെങ്കിൽ, ഞാൻ പക്ഷേ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. മിക്സിയിലടിക്കുമ്പോൾ ഇതിൻ്റെ ഈ തോലും ഇതിൻ്റെ ആ സീഡും എല്ലാം കൂടെ അങ്ങ് അരിഞ്ഞു പോവും. ഞാൻ സാധാരണ തോല് കളഞ്ഞ് സീഡ് കളഞ്ഞാണ് എടുക്കണത്. പക്ഷേ ഇതിപ്പോൾ ഇന്നിങ്ങനെ എടുത്ത കാരണം ഇത് നമുക്ക് കളയാമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്യണം. ഇത് ഒരുവിധം മാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളെടുത്ത അതിൻ്റെ ആ കപ്പിന് 1/2 കപ്പോളം നീര് കിട്ടി. ബാക്കി ഇതിൻ്റെ ചണ്ടിയാണ് വേസ്റ്റ്. ഇത്രയും നമുക്ക് കിട്ടിയ ജ്യൂസ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്, കണ്ടോ. നമ്മളിത് തിളപ്പിച്ചല്ലോ, തിളപ്പിച്ചതിൻ്റെ വെള്ളം നോക്കാം. നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പം നമുക്ക് 1.25 കപ്പ് കിട്ടി വെള്ളം. പിന്നെ ആദ്യം അരച്ചെടുത്ത് ടൊമാറ്റോ അരച്ചെടുത്തതും കൂടെ ചേർത്ത് ഒരു 2.25 കപ്പ് എല്ലാം കൂടെ കാണും. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് വീണ്ടും തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാൻ ഒരു വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി ഒന്ന് തിളച്ച് വരട്ടെ. ചെറിയ കഷ്ണം പനീറുണ്ട്, അത് ഞാൻ അരിഞ്ഞ് വയ്ക്കാൻ പോവാണ്. 2 കഷ്ണം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിക്കാം. ഇത് ഏകദേശം വറ്റിത്തുടങ്ങി. ഇത് ക്ലിയർ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ടു. ഉപ്പൊക്കെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാം. ഞാനതൊന്നും ചെയ്യണ്ട, കാരണം ക്ലിയർ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ബട്ടർ ഇടാം. നെയ്യും അങ്ങനത്തെ ഒന്നും കൊള്ളില്ല, ബട്ടറാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കാണിച്ചിരുന്നല്ലോ പനീർ, അതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാൻ പോവാണ്. ഇടുവാണ്.
ആവശ്യത്തിനുള്ള അത്ര ഇട്ടാൽ മതി, കൂടുതലിട്ട് നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞു, നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം. നമുക്കിനി സൂപ്പ് ഒഴിക്കാം ബൗളിലോട്ട്. ഇത് ക്ലിയർ സൂപ്പാണ്. അല്ലാത്ത സൂപ്പ് നമുക്ക് എടുക്കാം. ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ കോൺഫ്ലവർ ഒഴിക്കും ചിലവർ, കോൺഫ്ലവർ ഇടും. അങ്ങനെയൊക്കെ ഇടുമ്പോൾ കൊഴുപ്പുള്ള സൂപ്പ്. നമ്മൾ ബൗള് മാറ്റി, കാരണം ആ ബൗളിൽ നിങ്ങൾക്ക് കാണാൻ ഒക്കില്ല, അതുകൊണ്ട് മാറ്റി നമ്മളിതിനകത്തിട്ട് പനീരിടുകയാണ്. പനീരൊക്കെ താഴ്ന്നു. ബ്രെഡ് മുറിച്ചത് ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ, കാരണം പെട്ടെന്ന് കുതിർന്നു പോകുമല്ലോ, അതുകൊണ്ട് അത് ലാസ്റ്റ് ഇട്ടാൽ മതി. ആവശ്യത്തിനിട്ടാൽ മതി, നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ. അതുപോലെ തന്നെ ബ്രെഡും. ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ നല്ല രസം അത് കഴിക്കണം. അധികം കുതിരണതിന് മുമ്പ് കഴിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു ബട്ടർ എടുത്തിടാം. ഞാൻ ഒന്നും ചെയ്യല്ലോ, ഒരു പ്ലെയിൻ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇടുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഒരു മല്ലിയില വെറുതെ ഒരു തണ്ട് എടുത്തിടാം. നമ്മൾ ഇങ്ങനെ കഴിക്കാം. കണ്ടോ, അപ്പോൾ പനീറൊക്കെ വന്നു അടിയിൽ നിന്ന് കാണാമല്ലോ അല്ലേ. കഴിക്കുമ്പോൾ പനീറും ചേർത്ത് കുടിക്കാം, നല്ല ടേസ്റ്റാണിത്. ക്ലിയർ സൂപ്പാണ്. മഴ സമയത്തൊക്കെ ഇത് കുടിക്കണം. നല്ല ആവി വറക്കുമ്പോൾ കഴിക്കണം. ഇതിപ്പോൾ ഇച്ചിരി തണുത്തുപോയി, നല്ല ആവി വരും. പക്ഷേ ഈ ബ്രെഡ് ഇടണമെങ്കിൽ കുടിക്കാൻ നേരത്തെ ഇടാൻ പാടില്ല. നമ്മൾ എത്ര ചൂടായാലും ഇടാം, പക്ഷേ നമ്മൾ കുടിക്കാൻ നേരത്ത് അതിന് മുകളിൽ കൂടെ വറുത്തിടണം, അല്ലെങ്കിൽ ബ്രെഡ് തട്ടും താഴ്ന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.